പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ പ്രതികളുടെ തുടർ പഠനത്തിൽ ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. 18 വിദ്യാർത്ഥികൾക്ക് പഠനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് നടപടി ചോദ്യം ചെയ്ത് സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബയാണ് ഹർജി നൽകിയത്. പ്രതികൾക്ക് പ്രവേശനം നൽകിയ സിംഗിൾ ബെഞ്ച് വിധിക്ക് നിലവിൽ ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ ഉണ്ട്. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, ഈ പിന്നീട് വാദഗതികൾ എന്തൊക്കെയാണ് ഉയർന്നത്? ആദ്യം ഇതിന് അനുമതി നൽകുന്നു, പിന്നീട് സ്റ്റേ അനുവദിക്കുമ്പോഴുമൊക്കെ എന്താണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നപ്പോഴൊക്കെ ഉയർന്നു വന്ന വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ്? വീണ, JR സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ 18 വിദ്യാർത്ഥികൾ മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശനത്തിന് അനുമതി നിഷേധിച്ച സർവകലാശാല ഉത്തരവിനെതിരെയാണ് ഇവർ ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. തുടർന്ന് സിംഗിൾ ബെഞ്ച് ഈ 18 വിദ്യാർത്ഥികൾക്കും മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശനം നൽകാൻ നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന സർവകലാശാലയുടെ ആവശ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല. ഇതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതും ഈ 18 വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടി സിംഗിൾ ബെഞ്ച് തടഞ്ഞതും. പ്രവേശന നടപടികൾ താൽക്കാലികമായി തടഞ്ഞതോടെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ആണ് സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ അപ്പീലിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ 18 വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ തുടരാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് എന്തായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു തീർപ്പുണ്ടാക്കും. ശരി.